ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റംദാൻ സ്പെഷ്യൽ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ കിഡിലും ടേസ്റ്റുള്ള ദം ബിരിയാണി എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉള്ളി വറുത്തെടുക്കുന്നത്. അപ്പോൾ ഉള്ളി നമുക്ക് ആദ്യം വറുത്തെടുക്കാം. ഉള്ളി സ്ലൈസായി അരിഞ്ഞെടുക്കണം. ഇത് ചിക്കനിലേക്കും ബിരിയാണിയിലേക്കും ചേർത്തിട്ടാണ് ഉള്ളി വറുക്കുന്നത്. ഞാനൊരു 8 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ആകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരിയിട്ട് ഇതിനെ ഒന്ന് തണുപ്പിക്കാൻ വെക്കണം. ഇത് തണുത്ത ശേഷം നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി അതേ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. ഇനി ഉള്ളി നന്നായി വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. മുരുമുരയെന്നായിട്ടുണ്ട്. ഇതിനെ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ചിക്കനിൽ ഇടാനുള്ളതാണ്. ഇനി ഇതുപോലെ നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 കിലോ ചിക്കൻ വേകുന്ന പാകത്തിലുള്ള ഒരു പാത്രമായിരിക്കണം കേട്ടോ. ഇനി ഞാനിവിടെ 1 കിലോ സവോള എടുത്തിട്ടുണ്ട്. ഇത് പൊടിയായി അരിഞ്ഞത്. 2 കിലോ ചിക്കന് ഞാൻ 1 കിലോ സവോളയാണ് എടുക്കുന്നത്. ഇത് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ലേസ് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മാത്രം മതി. നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചതച്ചതാണ്, മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ഞാനിവിടെ ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾ പച്ചമുളക് എരിവില്ല എങ്കിൽ ഒരു 20 എണ്ണമെങ്കിലും എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ളത് കൊണ്ട് ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഞാനിവിടെ 2 കിലോ ചിക്കൻ്റെ അളവാണ് പറയുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ, ഈ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടാൻ പാടില്ല. നമ്മൾ ചിക്കൻ ഒരു വെള്ള കളറിലാണ് വെക്കുന്നത്. അപ്പോൾ ലേസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഗരം മസാല ഒരു 4 ടീസ്പൂൺ ഇടുന്നുണ്ട്. നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ. അത് നല്ലത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. അപ്പോൾ അതിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. അതുകൊണ്ടാണ് നല്ല മണവും രുചിയായിരിക്കും. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലോട് കൂടിയിട്ട് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാവിടെയും ഇതിൽ മസാല പിടിക്കുന്നവരെ, ഈ ചിക്കനിൽ നന്നായി ഒന്ന് മസാല പിടിക്കണം. എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ എണ്ണയിൽ തന്നെ ഒന്ന് കുക്കായി വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഉള്ളി വഴറ്റുമ്പോഴും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇടണം.
കണ്ടോ, ഇതുപോലെ ആയി വരണം. ഇങ്ങനെ വഴണ്ട് ഒരു വെന്ത് വരുമ്പോൾ ഈ വെള്ള കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മല്ലിത്തഴ ചേർക്കാം. മല്ലിത്തഴ ഒരു കൈപ്പിടിയാണ് ഞാൻ മല്ലിത്തഴ ചേർക്കുന്നത്. അതിൽ അരപ്പിടി പുതിനയിലയും, ഒരു 2 ടീസ്പൂൺ തൈര്, കട്ടി തൈര്, ഒരു 4 നല്ല പഴുത്ത തക്കാളി 4 എണ്ണം കേട്ടോ, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഈ ചിക്കനിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളിയൊക്കെ വെന്തുടയുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും. കണ്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നെയ്യിൻ്റെയും ഈ ചിക്കന് ഫ്ലേവർ നന്നായി വരുന്നുണ്ട്. ഉടയാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ആവുമ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വറുത്ത് വെച്ചിട്ടുള്ള ആ ഉള്ളി ചേർക്കാം. ഇത് തലശ്ശേരി ചിക്കൻ ബിരിയാണിയുടെ ഈ റെസിപ്പിയിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഉള്ളി വറുത്തിടുന്നത്. ഇതാണ് ഇതിനെ ടേസ്റ്റ് കൂട്ടുന്നത്, ഈ ചിക്കനെ ടേസ്റ്റ് കൂട്ടുന്നത് ഈ ഉള്ളി വറുത്തിടുമ്പോഴാണ്. അപ്പോൾ ഇത് മസ്റ്റാണ്. അപ്പോൾ ഇത് ഉള്ളി എല്ലാം അവിടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ ഈ വെള്ളം ഒന്നുകൂടെ വറ്റി വരും. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി വെക്കാൻ തുടങ്ങാം. ഇനി ബിരിയാണി പാത്രം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 കിലോ പാകമുള്ളത്, 2 കിലോ അരി വേകുന്ന പാകത്തിലുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 5 ടീസ്പൂൺ നെയ്യും 5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ എണ്ണ ചൂടാവുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവോള പൊടിയായി അരിഞ്ഞത് അതും കൂടെ ചേർക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കിലോ അരിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ പാകത്തിലുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന പാകത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വയ്ക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ജീരക സംഭാ റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കിയ ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി തീ മാറ്റണം, കാരണം അടിപ്പിടിച്ചു. ഇനി തീ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ കറക്റ്റ് വേവാണ്. കണ്ടോ, ഒരു 3/4 വേവ് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മിടുമ്പോൾ കറക്റ്റ് വേവായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തത് കറക്റ്റാണ്, കാരണം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലെടുക്കുമ്പോൾ കറക്റ്റായിരിക്കും വേവ്. ഇനി നമുക്ക് ഇതേ പാത്രത്തിലാണ് ദമ്മിടുന്നത്. അപ്പോൾ നമുക്ക് ഈ റൈസൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ദമ്മിടാൻ തുടങ്ങാം. ഇനി ചിക്കൻ അടിയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാവിടെയും ഒന്ന് സെറ്റാക്കി കൊടുക്കണം. എല്ലാവിടെയും അടി ഭാഗം ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. മുഴുവൻ ചിക്കനും ഇടണം. ഇനി ഇതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഗ്യാപ്പില്ലാതെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം റൈസ്, ഒരു ലെയർ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി അതിട്ട് കൊടുക്കാം കുറേശ്ശായിട്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് കിസ്മിസ്, അണ്ടിപ്പരിപ്പ് അതും കുറേശ്ശെ ഇട്ടിട്ട് കുറച്ച് മല്ലിത്തഴ അതിട്ട് കൊടുത്ത ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നിങ്ങളുടെ പാകം നോക്കി ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഒരു 4-5 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല, നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ച ആ ഗരം മസാല അതും കൂടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂണ്. ഇനി ഇത് ഇട്ട് കൊടുത്ത ശേഷം ഒന്നുകൂടെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഇതുപോലെ റൈസ് ഇട്ട് കൊടുക്കാം, 2ാമത്തെ ലെയർ. ഇനി ബാക്കിയുള്ള റൈസ് മുഴുവനും ഇതിലെല്ലാം അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല പൊടിച്ചത് അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
തലശ്ശേരി ബിരിയാണിക്ക് ഈ ഗരം മസാല ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വേറെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ ഈ മഞ്ഞൾപ്പൊടിയുടെ വെള്ളമാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഇട്ട് കുറച്ച് മല്ലിത്തഴ ഇടാം. ഇനി നമുക്ക് ദമ്മ വയ്ക്കാൻ തുടങ്ങാം. ഇതിന് ഞാൻ മൈദ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിൻ്റെ ചുറ്റും ഇതുപോലെ ഒന്ന് വെച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ചിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിടാം. കൂടുതൽ സമയം പാടില്ല, കാരണം അടി പിടിച്ചു പോകും. കംപ്ലീറ്റ് തീ അടിയിൽ മാറ്റണം. എന്നിട്ട് ആ തീ മുഴുവനും ഒരു മുകളിൽ കല്ല് വെച്ചിട്ട് ഇതുപോലെ കല്ല് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെയായിട്ട് കോരിയിടുക. ഒരു 10 മിനിറ്റ് മതി, കൂടുതലൊന്നും വേണ്ട. കാരണം നമ്മുടെ റൈസ് വെന്ത റൈസാണ്. നമ്മൾ ഈ ചിക്കനും ഇതൊന്ന് ദം ആകാൻ വേണ്ടി മാത്രമാണ്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ റൈസിൻ്റെ മുകളിലത്തെ ലെയർ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ചിക്കൻ എല്ലാ റൈസും എടുത്ത ശേഷം ചിക്കൻ ഇതുപോലെ ഒന്ന് കോരിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൈയോടെ സെർവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ചിക്കൻ കോരി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും റംദാൻ ദിന ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.